ഇപ്പൊ കള്ള് കുടിക്കണമെങ്കിൽ നിങ്ങള് എനക്ക് തന്ന ഞാൻ തന്നെ കുടിക്കണം കള്ള്. അപ്പൊ അത് ഞാൻ അറിയാണ്ടൊന്നും കള്ള് കുടിക്കാൻ പറ്റില്ല. എന്നെ വായി കൂടി ഞാൻ തന്നെ ഒഴിക്കണ്ടേ. സിഗരറ്റ് വലിക്കണമെങ്കിൽ ഞാൻ തന്നെ വലിക്കണ്ടേ. പക്ഷേ ഈ രാസലഹരി നിങ്ങളെ വായി കൊണ്ട് ഒന്നും നിങ്ങൾ അറിയണ്ട. എനക്ക് നിങ്ങളെല്ലാം കാണുമ്പോൾ നിങ്ങളെല്ലാം ഇതൊന്നും തിന്നിട്ടാ വന്നേന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ അറിയോ, ഇതിന് രുചിയും മണവും ഇല്ല. നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. 4 വയസ്സുകാരൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ, ഇത് ചുണ്ടിലോ മൂക്കിലോ കണ്ണിലോ ജ്യൂസിലോ ഐസ്ക്രീമിലോ മിഠായിയിലോ ഭക്ഷണത്തിലാറ്റം ഒന്നിങ്ങ് പൊടിച്ച് 1 മില്ലിഗ്രാം, എത്ര മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ ഈ നഖത്തിന്റെ ഉള്ളിൽ കൊള്ളുന്ന ഒരു സാധനം നമ്മുടെ വയറ്റിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ നിങ്ങളും ഞാനും നമ്മുടെ മക്കളും 48 മണിക്കൂർ പറക്കും. എത്ര മണിക്കൂർ? 48 മണിക്കൂർ. സന്തോഷത്തിന്റെ ലോകത്ത്. മതത്തെ ഇഷ്ടപ്പെടുന്നവൻ മതത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഉമ്മേനി ഉപ്പേനി സ്നേഹിക്കുന്നവൻ സ്നേഹിച്ചു മരിക്കും. പ്രണയത്തെ ഇഷ്ടപ്പെടുന്നവൻ ഇതാറ്റ ഉള്ളിൽ ചെന്നാ പിന്നെ പ്രണയം കൊണ്ട് ആറാട്ട്. ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവൻ ക്രിക്കറ്റ് കൊണ്ട് പറഞ്ഞോളി. മെസ്സിനെ ഇഷ്ടപ്പെടുന്നവൻ മെസ്സിനെ സ്നേഹിച്ചു കൊല്ലും. യേശുദാസിന്റെ പാട്ട് ഇഷ്ടപ്പെടുന്നവൻ യേശുദാസിന്റെ പാട്ടുകൊണ്ട് ആറാട്. പക്ഷെ ജയചന്ദ്രന്റെ പാട്ടാറ്റം അവന്റെ മുമ്പിന്ന് പാടിക്കേണ്ട തച്ചു കൊല്ലും. മെസ്സിനെ ഇഷ്ടപ്പെടുന്നവൻ നെയ്മറെ കുറിച്ച് അവനോട് പറയുകേണ്ട വെട്ടും. അതുകൊണ്ടാണ് ഈ അതിർത്തി തർക്കം. കേരളത്തിലെ മരണങ്ങളെല്ലാം നോക്കുക, അതിർത്തി തർക്കത്തിന്റെ പേരിൽ കത്തി കൊണ്ട് കുത്തു. കണ്ടില്ലേ? അതിർത്തി തർക്കത്തിന് കുത്തു. കാരണം അതിർത്തി തർക്കത്തിന് MDMA ആണെങ്കിൽ ഓനോട് എന്തെങ്കിലും പറയണ്ട, ഇതെല്ലാം അതിർത്തി അതാന്ന് പറയുന്നുണ്ടെങ്കില്ല. ഒരു ഭാര്യനെ പ്രണയിക്കുന്ന ചങ്ങായിക്ക് ഭാര്യക്ക് വേറൊരുത്തനോട് ഇട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പട അർത്ഥമാണ്. ഇപ്പം പറ, ആ ഡിഗ്രി പഠിക്കുന്ന പെൺകുട്ടി ഒരിക്കലും പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോ എന്തുകൊണ്ടാവും കൊന്നിട്ടുണ്ടാവുക? ഇതിനടിമയായിരിക്കും. ഓന് സഹിക്കാൻ പറ്റൂല. കൊച്ചിയിൽ 16 ആളാറ്റാ ഗാനമേളക്കിടയിൽ കുത്തേറ്റ് മരിച്ചത്. ഗാനമേളക്ക് കുത്തേറ്റ് മരിക്കൂ. യേശുദാസിന്റെ പാട്ടു പാടേണ്ടമായ ശ്രീകുമാറിന്റെ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അറുത്ത് കളയും. അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടാ. ഈ വൈകുന്നേരം എല്ലാം ബൈക്കുമ്മലെല്ലാം പോകുമ്പോൾ സൂക്ഷിക്കണം. ഈ MDMA ഉപയോഗിക്കുന്ന ചങ്ങായി ബൈക്കെല്ലാം ഓടിക്കുമ്പോൾ ഒന്നും തിരിയൂല. ഒരൊറ്റ വരുത്തായിരിക്കും. വന്നിട്ട് നമ്മളെ കുത്തിയാലില്ലേ ഇറങ്ങിയിട്ട് കീറി തരും. നമുക്ക് ഒന്നും തിരിയില്ല. എന്റെ നാട്ടില് ഞാനിത് കണ്ടെങ്ങനെയാ അറിയോ, ഈ റോഡ് റോളർ കണ്ടിരിക്കും. ഇങ്ങനെ റോഡ് റോളർ പോയത്താ സാധനം അതിനെ കൊണ്ടുപോയിട്ട് ഒരു ഡ്യൂക്ക് ബൈക്ക് കുത്തി. ഇവൻ തെറിച്ചപ്പുറം വീണിട്ട് എണീറ്റ് വന്നിട്ടില്ലേ, ഈ റോഡ് റോളറിന്റെ ഡ്രൈവറെ കീറി അങ്ങോട്ട് കൊടുത്തിട്ട് ഈ ചെക്കൻ പറയും, ഇനി എന്ത് വരുത്താടാ വരുന്നു, ഈ കണ്ണില്ലടാ. റോഡ് റോളർ പറഞ്ഞ എന്താ അറിയോ, മിഞ്ഞാന്ന് പുറപ്പെട്ടതാ, ഇവിടെ എത്തിക്കാള്ളൂ. അപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത് ഇവൻ എന്തോ ഒരു തകരാറുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതാണ് ഈ സാധനം. ഇനി അതുകൊണ്ടാ പറഞ്ഞത്, ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരാന്ന് പറയുന്നത് പെൺകുട്ടികളാണ്. 4 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള മനുഷ്യജന്മങ്ങളാണ് ഇതിന്റെ ഇരകൻ. ഇത് വെറുതെ കൊടുക്കുക ചെയ്യാ. എന്തിനാ വെറുതെ കൊടുക്കുന്നേ? പറ, എന്താ വിലക്ക് ഇത്ര മുട്ട്? ഈ 2000 മുതൽ 48,000 രൂപേന്റെ വിലയുള്ള സാധനം എന്തിനാ ഞങ്ങളെ മക്കൾക്ക് വെറുതെ കൊടുക്കുന്നേ? വെറുതെ കൊടുക്കുന്നത് എന്താ? ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ സ്വഭാവം മനസ്സിലായിക്കോളി നിങ്ങൾ. ഇതൊരു പ്രാവശ്യം ചുണ്ടിന്റെ മേലെ പെട്ടുപോയാലില്ലേ, 48 മണിക്കൂർ സന്തോഷത്തിന്റെ ലോകത്ത് ഈ 48ാമത്തെ മണിക്കൂറിൽ ആദ്യം ചുണ്ടിലേക്ക് വന്ന അതേ അളവിൽ ഈ സാധനം വീണ്ടും കിട്ടിയിട്ടില്ല എങ്കിൽ അന്നേരം ഭ്രാന്താവും. വയലൻസ്, സൂയിസൈഡ് ചെയ്യാൻ തോന്നുക, കിട്ടിയവനെ കൊല്ലാൻ തോന്നുക, ഉടുതുണിയില്ലാതെ ചൂടും പൊരിവാച്ചിലെടുത്ത് നാട്ടിൽ കൂടി ഓടുക, ബൈക്ക് കിട്ടി പറക്കുക. പക്ഷെ അതേസമയം 48ാമത്തെ മണിക്കൂറിൽ ഈ സാധനം വീണ്ടും ചുണ്ടിന്റെ മേലെ വന്നു കിട്ടിയാൽ ഇത്രയും തങ്കപ്പെട്ട മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളെ മക്കൾ ഇത് ഉപയോഗിക്കുന്നത് മനസ്സിലാവോ? അത് മനസ്സിലാക്കാൻ പറ്റട്ടെ നമുക്ക്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിന്റെ ഡീപ്പ് റൂട്ടിലേക്കൊന്നും പോകുന്നില്ല. ഇതിന് 2 സ്പെഷ്യാലിറ്റി. എനിക്ക് നിങ്ങളെ മക്കൾ ഇത് ഉപയോഗിച്ച് നശിച്ചു പോകുന്ന ഇഷ്ടമല്ല. പെൺകുട്ടികളാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പെൺകുട്ടികൾ എന്തിനാ ഉപയോഗിക്കുന്നത് അറിയോ? ഇതിന്റെ കാരിയറായിട്ട് പെൺകുട്ടികളാണ് ഉപയോഗിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാ? കേരളത്തിലെ കുട്ടികൾ ഈ സാധനം കടത്താൻ ഏറ്റവും നല്ല മീഡിയ കുട്ടികളാണ്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ ആ 10 വയസ്സുള്ള കുട്ടീന്റെ കയ്യിൽ ഞാനിത് കൊടുത്തിട്ട് അപ്പുറം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളോട് അങ്ങനെ മക്കളെടുത്ത് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ? വിശ്വസിക്കൂല നിങ്ങളൊന്നും. ഈ ഒരു അവസരമാണ് ആര് മുതലെടുക്കുന്നത്? ലഹരി മാഫിയ മുതലെടുക്കുന്നത്. എന്റെ കുട്ടിയുടെ ബാഗിൽ ഇതില്ല എന്നും എന്റെ കുട്ടി ഈ ലോകത്തേക്ക് പോകില്ല എന്നും വിശ്വസിക്കുന്ന വടുമണ്ടരായ രക്ഷാകർത്താക്കളും ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് കരുതുന്ന മക്കളാണ് ഏറ്റവും നല്ല കാരിയർ എന്ന് വിശ്വസിക്കുന്ന ലഹരി മാഫിയുമുള്ള ലോകത്ത് ലഹരി മാഫിയ വിജയിക്കുമോ?
നമ്മൾ വിജയിക്കുമോ? ഒന്ന് വേമ്പറ, ആരാ വിജയിക്കുക? ലഹരി മാഫിയ. അതുകൊണ്ട് ഇന്ന് തൊട്ട് ജാഗ്രതയോടുകൂടി നിന്ന് ഈ കുടുംബ ബന്ധം നിലനിൽക്കാൻ, ഈ മഹല് നിലനിൽക്കാൻ, നമ്മളെ മതം നിലനിൽക്കാൻ, നമ്മളെ സംസ്കാരം നിലനിർത്താൻ നിങ്ങളെല്ലാം നിങ്ങളെ വീട്ടിന്റെ ഉള്ളിലേക്ക് ഈ സാധനം കടന്നു വരുന്നുണ്ടോ നോക്കണം. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒന്ന്, ഇത് ഉപയോഗിച്ചാല് 48 മണിക്കൂർ ഉറങ്ങൂല. 48 മണിക്കൂർ ഉറങ്ങില്ല. രണ്ടാമത്തെ പ്രത്യേകത, ഇത് ഉപയോഗിച്ച നേരെ കിടക്കുവാൻ പറ്റൂല. എസ് പൊളച്ചിട്ട പോലെ കിടക്കുക. ഇന്ന് വീട്ടിൽ പോയിട്ട് എല്ലാരും നിങ്ങളെ മക്കൾ എങ്ങനെയാ കിടക്കുന്നതെന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ 8ാം ക്ലാസ്സുകാരനെ ചെന്ന് നോക്കുമ്പോൾ എസ് പോലെ പൊളച്ചിട്ട് കൊടുക്കുമ്പോൾ അന്നേരം പറയണ്ട, MDMA 7.5 കൊല്ലം കൊണ്ടുപോകാൻ എന്നെ കൊല്ലുന്നു പറയണ്ട. ചില ജന്മങ്ങളാ ജനിക്കുമ്പേ അങ്ങനെയാ. ഞാനെല്ലാം ജനിക്കുമ്പോ എസ് പോലെ കിടക്കുക. ഇത് ദിവസവും നോക്കിക്കൊള്ളണം. രണ്ടാമത്തെ പ്രത്യേകത, ഈ കുട്ടികൾ എപ്പോഴും തണുത്ത് ചില്ലായിട്ടുള്ള വെള്ളം മാത്രമേ കുടിക്കൂ. രാത്രി ഉറക്കം ഉണ്ടാവില്ല. ഇടക്കിടക്ക് തണുത്ത വെള്ളം, ഇങ്ങനെ ഐസും കട്ട പോലത്തെ വെള്ളം, നമുക്ക് സ്വപ്നം കാണാത്ത രീതിയിലുള്ള തണുപ്പ് ഈറ്റൊക്കെ ഇഷ്ടാ. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഇല്ലല്ലോ. ഇനി നിങ്ങളെ വീട്ടിൽ പെൺകുട്ടികളായി ഇത് ഉപയോഗിക്കുന്നെങ്കിൽ പെൺകുട്ടികളെ, ഈ ഡ്രഗിന്റെ പേര് പെൺകുട്ടികൾ ഉപയോഗിക്കുമ്പോൾ റേപ്പ് ഡ്രഗ് എന്നാ. റേപ്പ് ഡ്രഗ് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച ഒരു കുട്ടീനെ എത്ര പ്രാവശ്യം ബലാത്സംഗം ചെയ്താലും കുട്ടി അറിയൂല. ആൺകുട്ടികൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ പേര് റേപ്പ് ഡ്രഗ് എന്നല്ല, പാർട്ടി ഡ്രഗ് എന്നാ. പാർട്ടി ഡ്രഗ് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച എത്ര നേരം തുള്ളണമെങ്കിൽ ഈറ്റകൾ തുള്ളൂ. DJ പാർട്ടിയിലെല്ലാം പിള്ളന്മാരെ നോക്കിയാൽ മതി, തുടക്കം മുതൽ ഒടുക്കം വരെ ഈറ്റകൾ തുള്ളുക. ഒരു മനുഷ്യന് ആകെ തുള്ളാൻ പറ്റുന്ന ഡാൻസ് 4 ഡാൻസിനാ മര്യാദയ്ക്ക് തുള്ളാൻ പറ്റും അല്ലേ സാർ? അപ്പോഴൊക്കെ തളരൂല നമ്മള്. പക്ഷെ ഈ സാധനം ഉപയോഗിച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെ തുള്ളും. ആവേശം ഭയങ്കരമായിരിക്കും. പാർട്ടി പ്രകടനത്തിൽ ഇവിടെ ഒട്ടിട്ട് വയനാട് കൽപ്പറ്റ വരെ വേണമെങ്കിലോ ഇങ്ങനെ തന്നെ ജാഥ വിളിക്കും. ഒന്നേരം ഓർമ്മിച്ചു എന്തോ വരാനുണ്ട്. അവിടെ എനിക്ക് എപ്പം മനസ്സിലായില്ല എന്തുകൊണ്ടാ ഈ പാപ്പനോ മക്കള് അല്ലെങ്കിൽ അച്ഛനോ മക്കള് കൊല്ലുന്നേ. ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് ഓന്റെ മുമ്പിൽ കൊലപാതകം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു 1 വേ ട്രാക്ക് പോയില്ല. ഇതിലേക്ക് വീണു പോയാൽ പിന്നീട് ഒരു തിരിച്ചു വരവ് സാധ്യമല്ല. പിന്നെ നിങ്ങൾ എന്ത് തറവാട്, എന്ത് മഹല്, എന്ത് മതം, എന്ത് ജാതി, എന്ത് രാഷ്ട്രീയം, ഭീകരമാണോ അല്ലയോ? അതുകൊണ്ടാണ് ഗവൺമെന്റും പോലീസും എക്സൈസും ഒക്കെ ഇതിനെതിരെ സദാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്ന വർത്താനം എന്താ അറിയോ? ബീവറേജ് തുടങ്ങിയിട്ടല്ലേ. ബീവറേജ് അവിടെ തുറന്നോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ബീവറേജിന്റെ അപ്പുറത്ത് എലിവേഷത്തിന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ. ആരെങ്കിലും ഒരു ഗ്ലാസ് കള്ളും ലേശം എലിവേഷം തിന്നുന്നുണ്ടാ? എലിവേഷൻ തിന്നാൽ ചത്തു എന്നുള്ള നല്ല ബോധം മനുഷ്യനുള്ളത് പോലെ ഈ മനുഷ്യജന്മങ്ങൾക്ക് കള്ളു കുടിച്ചാൽ ചത്തുപോകും, രാസലഹരി ഉപയോഗിച്ചാൽ ഭ്രാന്തു വരും, എന്റെ കുടുംബവും തറവാടും നാടും നശിച്ചു പോകുമെന്നുള്ള സാമാന്യമായ ബോധം ഏത് വയസ്സ് മുതൽ ഉണ്ടാക്കിയെടുക്കണം? 4 വയസ്സ്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മള് മദ്രസയിൽ കുട്ടികളോട് നല്ലോണം പറഞ്ഞു കൊടുക്കണം. ഇത് മഹലിൽ വെള്ളിയാഴ്ച എല്ലാ ക്ലാസ്സിലും ഇത് ഇടക്കിടക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. കാസർഗോഡ് മഹലിൽ രാസലഹരി ഉപയോഗിക്കുന്ന മനുഷ്യജന്മത്തെ ആ മഹലിൽ നിന്ന് പുറത്താക്കുമെന്ന് ഫത്വ പുറപ്പെടുപ്പിച്ച 3-4 മഹലിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത്രയേറെ ഭീകരായത്. അതുകൊണ്ട് സൂക്ഷിക്കണ്ടേ. ഇത് മില്ലിഗ്രാം ആയതുകൊണ്ട് ഇത് പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ പ്രണയം കൂടുന്നത്. ഭാര്യയുള്ള ഭർത്താവ് ഭാര്യയുള്ള ഭാര്യയെല്ലാം എന്തിനാ ഒളിച്ചോടുന്നത്? നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഒളിച്ചോടുന്നത്? മനസ്സിലായിക്കില്ലേ സാർ? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഈ കുട്ടിയോട് പെട്ടെന്നൊരു പ്രണയം തോന്നി എന്ന് വിചാരിച്ചോ, വാട്സപ്പിൽ I love you എന്നൊന്നും ഞാൻ അയക്കണ്ട. ഞാനൊരു മുട്ടായിന്റെ മേലെ ലേശം MDMA പരട്ടിയിട്ട് അങ്ങ് തരും. ഉമ്മ നിങ്ങൾ അങ്ങ് തിന്നു എന്ന് വിചാരിച്ചോ, എന്ത് സംഭവിക്കും? 48 മണിക്കൂർ സന്തോഷത്തിന്റെ ലോകത്ത് പറക്കും. 48ാമത്തെ മണിക്കൂറിൽ എന്ത് സംഭവിക്കും? ഇത് കിട്ടാഞ്ഞിട്ട് പറ, വലിയ വയലൻസ് ആവും, ഭ്രാന്ത് വരും. എവിടുന്ന് കിട്ടും നിങ്ങൾക്ക് കിട്ടൂ എന്ന് ചോദിച്ചാ നിങ്ങൾക്ക് എന്റെ വീട് അറിയോ, എന്റെ നാടറിയോ? പക്ഷെ 48ാമത്തെ മണിക്കൂറിൽ നിങ്ങൾ എന്റെ വീട്ടിന്റെ മുമ്പിൽ ഉണ്ടാവും. അങ്ങനെ വീട്ടിലെത്തിക്കാൻ കഴിയുന്ന ശക്തിയുടെ പേര് രാസലഹരി. മനസ്സിലായോ? നിങ്ങളെ തറവാട്ടിലെ കുട്ടി എന്തുകൊണ്ടാണ് ഒളിച്ചോടുന്നതെന്ന്? ഭർത്താവിന് ഉപേക്ഷിച്ചുകൊണ്ട് എന്താ ഭാര്യ പോകുന്നതെന്ന്? പ്രണയത്തിന്റെ പേരിലല്ല. ഈ സാധനം ഒന്നങ്ങ് കൊടുത്താൽ മതി. അവിടെ കുട്ടികളെ ആരാൻ തരുന്ന മുട്ടായി തിന്നാൻ പഠിപ്പിക്കരുത്. ഐസ്ക്രീം തരുമ്പോ വേണ്ട എന്ന് പറയാൻ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? ഇത് ആരാ എപ്പാ എങ്ങനെയാ? ഞാനിപ്പോ പറയുമ്പോ ഈ റോഡ് മുതലെല്ലാം കുഞ്ഞുങ്ങൾ വണ്ടിക്ക് കൈ കാണിക്കുന്നു. ഈ വരുന്ന കുട്ടി, ഈ വരുന്ന എന്നെ പോലത്തെ പെരാന്തരാന്ന് ഈറ്റയ്ക്ക് മനസ്സിലായില്ല. ഞാനൊരു മുട്ടായി കൊടുത്ത ഈറ്റകൾ തിന്നൂലേ? നിങ്ങളെ കുടുംബം നശിച്ച, നാട് നശിച്ച. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളെ മക്കളെ ഏത് വയസ്സ് മുതൽ പറഞ്ഞു കൊടുക്കണം? 4 വയസ്സ് മുതൽ പറയണം.